വെൽക്കം ബാക്ക് എവരിവൺ, ദിസ് ഈസ് ഹരീഷ് ഫ്രം ടെക്ടോക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ടെക്ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മിർഫാക്ക് എന്ന ബ്രാൻഡിൻ്റെ ഒരു വ്ളോഗിങ് കിറ്റാണ്. അതായത് സ്മാർട്ട് ഫോൺ വ്ളോഗിങ് കുറച്ച് സീരിയസ് ആയിട്ട് നോക്കുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്ളോഗിങ് കിറ്റാണ്. അപ്പോൾ ഈ ബോക്സിൻ്റെ പുറത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിർഫാക്ക് എന്നുള്ള ബ്രാൻഡിങ് കാണാം. അടുത്തത് ഇവരുടെ തന്നെ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് വരുന്നുണ്ട്. വി മേക്കർ എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആപ്പ് സ്റ്റോറിലേക്ക് പോകും. അവിടുന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. വ്ളോഗിങ് കിറ്റിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കീ ഫീച്ചേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. സപ്പോർട്ട്സ് 56mm 84mm സ്മാർട്ട് ഫോൺസ്, അതായത് ഈ സൈസിലുള്ള സ്മാർട്ട് ഫോൺസ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വരുന്ന LED ലൈറ്റ് കളർ അഡ്ജസ്റ്റബിൾ, അതായത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റബിൾ ലൈറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ ആക്ഷൻ ക്യാമറാസും ഈ ഒരു സെൽഫി സ്റ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഗോപ്രോ പോലുള്ള, അതായത് ഗോപ്രോ മൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. പിന്നെ ഓട്ടോമാറ്റിക് നോയ്സ് റിഡക്ഷൻ, അതായത് ഇതിൻ്റെ കൂടെ വരുന്ന മൈക്കിനകത്ത് നോയ്സ് റിഡക്ഷൻ കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പോള് എക്സ്റ്റെൻഡബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് 9990 ആണ്. ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്തായാലും അടിപൊളി പാക്കേജിങ് തന്നെയാണ്. ഇതിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് ആപ്പിനെ പറ്റിയിട്ടൊക്കെ. ഇതാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ, ടെലിസ്കോപ്പിക് റോഡ് എന്നാണ് അവർ വിളിക്കുന്നത്. നമ്മളെ സെൽഫി സ്റ്റിക്ക് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന, നല്ല വെയിറ്റ് ഉണ്ട്, എനിക്കൊന്ന് മെറ്റലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു മിനി ട്രൈപോഡ്, ടേബിൾ ട്രൈപോഡ്, അതെനിക്കൊന്ന് ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഉപയോഗിക്കാം. ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റൻഷനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഓഫ് കോഴ്സ് മിർഫാക്കിൻ്റെ മൈക്രോഫോണാണ്. ഇതും ലൈറ്റുമാണ് ഈ ഒരു കിറ്റിൻ്റെ ഹൈലൈറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ LED ലൈറ്റാണ്, നന്നായിട്ട് പാക്കേജ് ചെയ്തിട്ടുണ്ട്. നോക്കാം, നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നീട് വരുന്നത് മിർഫാക്കിൻ്റെ മൾട്ടി ഫങ്ഷണൽ ഫോൺ ഹോൾഡർ. ഓക്കെ, ഫസ്റ്റ് വരുന്നതാണ് മൾട്ടി ഫങ്ഷണൽ ഫോൺ ഹോൾഡർ. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ബോക്സിനകത്ത് വരുന്നത്. പിന്നെ ഈ ഒരു ഹോട്ട് ഷൂ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഫ്ലാഷ് കണക്ട് ചെയ്യാം, അല്ല ഫ്ലാഷ് അല്ല, ലൈറ്റ് കണക്ട് ചെയ്യാം, മൈക്ക് കണക്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹോട്ട് ഷൂ മൗണ്ടാണ്. കണ്ടോ, ഇതിനകത്ത് 3 ഡിവൈസസ് നമുക്ക് സൈമൾട്ടേനിയസ്ലി കണക്ട് ചെയ്യാവുന്നതാണ്. നല്ല സ്റ്റഡി മെറ്റീരിയലാണ്, നല്ല കംപ്ലീറ്റ് മെറ്റലാണ് വരുന്നത്. നല്ല ടഫ് മെറ്റീരിയലാണ്. എന്തായാലും ബിൽഡ് ക്വാളിറ്റി അടിപൊളി തന്നെയാണ്. അതുപോലെ ഈ വ്ളോഗിങ് കിറ്റിൻ്റെ ഹെഡ് ഗോപ്രോ മൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെയിം ക്ലിപ്പ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതുപോലെ 3.5 ഇഞ്ചിൻ്റെ ഒരു 1/4 ഇഞ്ച് ട്രൈപോഡ് മൗണ്ടും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ കിറ്റിൽ വരുന്നത് മിനി ട്രൈപോഡാണ്. എന്തായാലും വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസാണ്. ഫോൺ മൗണ്ട് ഡയറക്റ്റായിട്ട് ഈ ട്രൈപോഡിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കോമ്പാക്റ്റായി. ഡെസ്ക്ടോപ്പിൽ വയ്ക്കാനും അതുപോലെ ലോ പ്രൊഫൈലിലുള്ള വീഡിയോസ് എടുക്കാനും ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ ഹെഡിലുള്ള സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ടിൽറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ ഒരു അഡീഷണൽ ബോൾ ട്രൈപോഡ് ഹെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് കിട്ടും. ഇതാണ് ഈ വ്ളോഗിങ് കിറ്റിൻ്റെ കൂടെ വരുന്ന എക്സ്റ്റൻഷൻ റോഡ്. ടെലിസ്കോപ്പിക് പോൾ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്തായാലും നല്ല ഫിനിഷിങ്ങുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട്. എന്തായാലും നല്ല പ്രീമിയം ഫീല് തന്നെ കിട്ടുന്നുണ്ട്. നല്ല ചീപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഒന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പോളിൻ്റെ മുകളിലും താഴെയായി 1/4 ഇഞ്ച് സ്ക്രൂ കൊടുത്തുകൊണ്ട് മൈക്കാണെങ്കിലോ ഫോൺ ഹോൾഡർ ആണെങ്കിലോ ലൈറ്റ് ആണെങ്കിലോ ഇൻഡിവിജ്വലി കണക്ട് ചെയ്യാനും സാധിക്കും. അതുപോലെ പോളിൻ്റെ ലെങ്ത്ത് മാക്സിമം 70 സെൻറ്റിമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. അടുത്തത് ഈ വ്ളോഗിങ് കിറ്റിൻ്റെ കൂടെ വരുന്നൊരു മൈക്കാണ്. MVM01 എന്നാണ് മോഡൽ നമ്പർ. ഇതൊരു ഡൈനാമിക് മൈക്കാണ്. അതായത് ഇതിൻ്റെ ഓഡിയോ ക്യാപ്ചറിങ് മോഡ്യൂൾ കാഡ്രോയിഡ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ പവറോ ബാറ്ററിയോ ഒന്നും ഇതിന് ആവശ്യമില്ല.
നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ്. കംപ്ലീറ്റ് മെറ്റൽ തന്നെയാണ് വരുന്നത്. ബോഡിയൊക്കെ മെറ്റൽ ബോഡി ആയതുകൊണ്ട് തന്നെ കയ്യിലെടുക്കുമ്പോൾ ഒരു വെയിറ്റും ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും 50 ഗ്രാമേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ്. എന്തായാലും ഷോർട്ട് ഗൺ കാറ്റഗറിയിലാണ് ഈ മൈക്ക് വരുന്നത്. ഇതുപോലുള്ള മൈക്കിൻ്റെ പിക്കപ്പ് പാറ്റേൺ വരുന്നത് ഫ്രണ്ടിലായിരിക്കും. മൈക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ഓഡിയോ ക്യാപ്ചർ ആവുന്നുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി വോളിയം കുറവ് തന്നെയായിരിക്കും. 3.5 mm ഔട്ട്പുട്ട് ജാക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. താങ്ക്ഫുള്ളി മൊബൈൽ ഫോൺ കണക്ട് ചെയ്യാനും നമ്മുടെ DSLR കണക്ട് ചെയ്യാനുള്ള കേബിൾസ് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗമാണ് മൈക്ക് കണക്ട് ചെയ്യുന്നത്. ഇവിടെ 3 പോൾ കാണാം. അതായത് TRS ജാക്ക് എന്നാണ് ഇതിനെ പറയുക. കൺഫ്യൂഷനൊന്നും വരാനില്ല, കാരണം കേബിളിൻ്റെ പുറത്ത് തന്നെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഏത് പോർഷനാണ് കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ. സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യേണ്ട കേബിൾ TRS to TRRS എന്ന കേബിളാണ്. ഈ രണ്ടാമത്തെ കേബിളാണ് TRS കേബിൾ. ഈ ഒരു കേബിൾ വെച്ചാണ് നമ്മുടെ മൈക്കും DSLR-ഉമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ഒരു ഷോക്ക് മൗണ്ടാണ്. പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയൽ, അതുകൊണ്ട് വലിയൊരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നീട് മൈക്കിൻ്റെ ബോക്സിൽ വരുന്നത് ഒരു വിൻഷീൽഡാണ്. ഇതിനെ ഫർ, ഡെഡ് കാറ്റ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. മെയിൻലി വിൻഡ് നോയ്സ് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ മൈക്കിനടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്ലോയിങ് റെഡ്യൂസ് ചെയ്യാനാണ് ഈ ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് ഐറ്റം ഈ കിറ്റിൽ വരുന്ന ഒരു LED ലൈറ്റാണ്. ഗോപ്രോക്കെ പാക്കേജ് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഈ ലൈറ്റും പാക്കേജ് ചെയ്തിരിക്കുന്നത്. ഈ ലൈറ്റിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. പറയാതിരിക്കാൻ പറ്റില്ല, ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും നല്ല മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ലൈറ്റിൻ്റെ ബോഡി ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. 800 mAh ബാറ്ററിയാണ് ഈ ഒരു ലൈറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2 hours ആണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. ഈ ലൈറ്റ് ചാർജ് ചെയ്യാനായിട്ട് ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മാഗ്നറ്റിക് കേബിളാണ്. 45 minutes കൊണ്ട് ഈ ഒരു ലൈറ്റ് കംപ്ലീറ്റ്ലി ചാർജ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ 35 feet വരെ വാട്ടർ പ്രൂഫിങ്ങും സർട്ടിഫൈഡ് ആണ്. ഹോട്ട് ഷൂ മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂ ഹോൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് ഒരു പവർ സ്വിച്ചും പിന്നെ അത് കൺട്രോൾ ബട്ടൺസും കൂടിയാണ്. ആ ഒരു ബട്ടൺ കസ്റ്റമൈസ് ചെയ്തിട്ട് പല ഓപ്ഷൻസ് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ലോങ് പ്രസ് ചെയ്താലാണ് ലൈറ്റ് ഓൺ ആവുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ലൈറ്റ് തന്നെയാണ്. ഇത് ലോങ് ഡിസ്റ്റൻസിലേക്കൊന്നും പറ്റുന്ന ലൈറ്റ് അല്ല. എന്തായാലും വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ലൈറ്റ് ആണല്ലോ, അപ്പോൾ അതിനാവശ്യമുള്ള ഇൻറ്റൻസിറ്റി മാത്രമേ ഈ ലൈറ്റിനുണ്ടാവൂ. ലൈറ്റ് ഓവർ ആയാലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. വീഡിയോ ഒക്കെ എന്തായാലും ബ്ലോൺ ഔട്ട് ആയി പോവും. അതുപോലെ ലൈറ്റ് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കിറ്റിൻ്റെ കൂടെ തന്നെ ഒരു ഡോം ഡിഫ്യൂസറും ഒരു പ്ലേറ്റ് ഡിഫ്യൂസറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ലൈറ്റിൽ 5 സ്റ്റെപ്സ് ഓഫ് ലൈറ്റ് ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഡബിൾ പ്രസ് ചെയ്ത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി സ്വിച്ച് ചെയ്ത് മാറ്റാനും സാധിക്കും. പിന്നെ ഈ ലൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു സ്മാർട്ട് ലൈറ്റും കൂടിയാണ്. ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് മിർഫാക്ക് ലൈറ്റ് എന്ന ആപ്പ് ഉപയോഗിച്ച് ഈ ലൈറ്റ് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാനും സാധിക്കും. ലൈറ്റിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾസ് ഉണ്ട്. കൂൾ ലൈറ്റ് ആക്കാം, അതുപോലെ വാം ലൈറ്റ് ആക്കാം. ഇത് രണ്ടിൻ്റെയും വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് കോമ്പിനേഷൻസിനുള്ള ലൈറ്റ് ഇൻറ്റൻസിറ്റി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. വളരെ പ്രിസൈസ് ആയിട്ട് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. SOS ലൈറ്റും ഫ്ലാഷിംഗ് എഫക്റ്റ് ഒക്കെ ചെയ്യാൻ സാധിക്കും. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഓരോ ലൈറ്റിനുള്ള ഷോർട്ട് കട്ട്സ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വ്ളോഗിങ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു മിർഫാക്കിൻ്റെ ഈ വ്ളോഗിങ് കിറ്റ് ഇറക്കിയിരിക്കുന്നത്. നല്ല പ്രീമിയം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ട് തന്നെയാണ് ഓരോ കോമ്പോണൻസും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലെ എല്ലാ കോമ്പോണൻസും മെറ്റൽ ആയതുകൊണ്ട് തന്നെ വ്ളോഗിങ് കിറ്റിൻ്റെ വെയിറ്റ് ഏകദേശം 450 ഗ്രാമോളം വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് ഒന്നും കൂടാതെയാണ്. എങ്കിലും സ്ലൈറ്റ്ലി ഹെവിയർ സൈഡാണ്. എനിക്ക് തോന്നുന്നത് മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഏറ്റവും നല്ല ഗ്രിപ്പ് തന്നെയാണ് ഇതിൻ്റെ ഹാൻഡിലിനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഓവറോൾ പ്രൊഡക്റ്റ് നല്ല ഇമ്പ്രസീവ് തന്നെയാണ്. ഇനി ഈ വ്ളോഗിങ് കിറ്റിൻ്റെ കൂടെ വരുന്ന മൈക്കിൻ്റെ ഓഡിയോ ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് VU മീറ്റർ കാണാം. മൈക്കിൻ്റെ ഓഡിയോ ഇൻപുട്ട് ലെവലും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഹലോ എവരിവൺ, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് iPhone 11 ഇൻബിൽറ്റ് മൈക്കിലൂടെയുള്ള ഓഡിയോ ആണ്. ഇപ്പം ഇതിനകത്ത് ഞാൻ മിർഫാക്ക് വ്ളോഗിങ് കിറ്റിലാണ് ഇപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആണ്. അപ്പം ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഫിൽമിക് പ്രോ എന്നുള്ള ആപ്പ് ഉപയോഗിച്ചാണ്. അപ്പം ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഫിൽമിക് പ്രോ ആപ്പിൽ കൂടുതൽ കൺട്രോൾസ് കിട്ടും. നമുക്ക് ക്യാമറ കൺട്രോൾസ് ഉണ്ട്, അതുപോലെ മൈക്രോഫോൺ ഏതാണ് സോഴ്സ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അപ്പം iPhone 11 ഇൻബിൽറ്റ് മൈക്കിലൂടെയുള്ള ഓഡിയോ ആണ്. ഇപ്പോൾ ഞാനിവിടുന്ന് സെറ്റിങ്സ് മാറ്റി കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഓഡിയോ, ഫ്രണ്ട് മൈക്ക്, ബാക്ക് മൈക്ക്, അതുപോലെ ഇതുണ്ട് ഹെഡ്സെറ്റ് മൈക്രോഫോൺ എന്ന് കാണുന്നുണ്ട്. അപ്പം അതിനകത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റെക്കോർഡാകുന്നത് മിർഫാക്കിൻ്റെ വ്ളോഗിങ് കിറ്റിൻ്റെ കൂടെ വരുന്ന മൈക്കിലൂടെയുള്ള ഓഡിയോ ആണ്. അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഹലോ, സൗണ്ട് ചെക്ക്. മിർഫാക്ക് വ്ളോഗിങ് കിറ്റിൻ്റെ ഡീഫോൾട്ട് മൈക്കിലൂടെയുള്ള ഓഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്.
ഫിൽമിക് പ്രോയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓഡിയോ സോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ തിരിച്ച് ഐഫോണിലേക്ക് തന്നെ മാറ്റുകയാണ്. സ്റ്റോപ്പ് ചെയ്യാം. ദെൻ ഓഡിയോ സോഴ്സ് ഐഫോൺ മൈക്ക് ഫ്രണ്ട്. ഓക്കെ, ഇപ്പോൾ കേൾക്കുന്നത് ഐഫോൺ ഫ്രണ്ട് മൈക്കിലോട്ടുള്ള ഓഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഡിഫറൻസ് നിങ്ങൾക്ക് മേക്ക് ഔട്ട് ചെയ്യാം. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായത് മിർഫാക്കിൻ്റെ മൈക്ക് നോയ്സ് റിഡക്ഷനിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് ഐഫോണിനേക്കാളും. എങ്കിലും ഓഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കാരണം ഓൾറെഡി ഐഫോണിൻ്റെ മൈക്ക് നല്ല ക്വാളിറ്റി മൈക്ക് തന്നെ ആയതുകൊണ്ട് ഇവ തമ്മിൽ വലിയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റിയിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ മാത്രം ഈ ഒരു മൈക്ക് കൺസിഡർ ചെയ്താൽ മതി. ഇനി സെയിം മൈക്ക് തന്നെ എൻ്റെ DSLR കണക്ട് ചെയ്തിട്ട് സോണി A7 IIIയുടെ ഡീഫോൾട്ട് മൈക്കും മിർഫാക്കിൻ്റെ മൈക്കും തമ്മിലുള്ള ഓഡിയോ ക്വാളിറ്റിയിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കാം. ഹലോ എവരിവൺ, ദിസ് ഈസ് ഹരീഷ് ഫ്രം ടെക് ടോക്ക്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് മിർഫാക്കിൻ്റെ വ്ളോഗിംഗ് കിറ്റിൻ്റെ കൂടെ വരുന്ന മൈക്കിലൂടെയുള്ള ഓഡിയോ ആണ്. ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ DSLR കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി മനസ്സിലാവും. ഞാനൊരു ചെറിയ ടേബിൾ ട്രൈപോഡിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കൈ മാറ്റുമ്പോൾ ചെറിയ നോയ്സ് എടുക്കുന്നുണ്ട്, ഈ ഷോക്ക് മൗണ്ട് ഉണ്ടെങ്കിൽ കൂടി. അതെനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ ഷോർട്ട് ഗൺ മൈക്കിലും ഈ ഒരു ക്യാമറ മൈക്കിലും ആ ഒരു നോയ്സ് എന്തായാലും എടുക്കും. ഇനിയിപ്പോൾ തിരിച്ച് ഞാൻ A7 IIIയുടെ ഇൻബിൽറ്റ് മൈക്കിലൂടെയുള്ള ഓഡിയോ കൂടെ കേൾപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് A7 IIIയുടെ ഇൻബോഡി മൈക്കിലൂടെയുള്ള ഓഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. മിർഫാക്ക് മൈക്കിൻ്റെയും നമ്മുടെ A7 III ഇൻബോഡി മൈക്കിലൂടെയുള്ള ഓഡിയോയുടെ ഡിഫറൻസ് അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹെഡ്ഫോൺസ് കണക്ട് ചെയ്തിരിക്കുന്നത്. വളരെ ക്ലീനാണ്, പക്ഷേ കുറച്ച് നാരോ ആണ്. എനിക്ക് തോന്നുന്നു ഈക്വലൈസൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. ബട്ട് സ്റ്റിൽ മിർഫാക്കിൻ്റെ ഓഡിയോ ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമൻറ്റ് ചെയ്യുക, ഏത് ഓഡിയോ ക്വാളിറ്റിയാണ് ബെറ്റർ എന്നുള്ളത്. സർപ്രൈസിംഗ്ലി ഈ ഒരു മൈക്ക് നമ്മുടെ DSLR ക്യാമറയ്ക്കുള്ള വീഡിയോ മൈക്കായിട്ട് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ വളരെ ക്വാളിറ്റിയുള്ള ഓഡിയോ തന്നെയാണ് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ വിൻഡ് നോയ്സ് നല്ല രീതിയിൽ തന്നെ ട്രാപ്പ് ചെയ്യുന്നതും കാണാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും ക്വാളിറ്റി ഉള്ള മൈക്കാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി മിർഫാക്കിൻ്റെ വ്ളോഗിംഗ് കിറ്റിൻ്റെ കൂടെ വരുന്ന ലൈറ്റ് ലോ ലൈറ്റ് സിറ്റുവേഷനിൽ എങ്ങനെ പെർഫോം ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ നല്ല ഇരുട്ടത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷനിൽ നമ്മുടെ മിർഫാക്കിൻ്റെ വീഡിയോ ലൈറ്റ് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് നോക്കാം. ഞാനിത് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഓൺ ചെയ്തു. ഇപ്പം ഭയങ്കര ഹാർഷായിട്ടുള്ള ലൈറ്റാണ് വരുന്നത്. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് 5 സ്റ്റെപ്പ് ഓഫ് ഇൻറ്റൻസിറ്റി ഉണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ്, തേർഡ് ഫോക്കസ് ആയിട്ട് നന്നിരിക്കുന്നു, ഫോർത്ത്, ഫിഫ്ത്ത്. ഒന്നുകൂടെ പ്രസ് കഴിഞ്ഞാൽ 0 ബാക്ക് ടു നോർമലായി. ഇൻറ്റൻസിറ്റി 2 സ്റ്റെപ്പ് കൂട്ടുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ വരുന്ന പ്ലേറ്റ് ഡിഫ്യൂസറും ഡോം ഡിഫ്യൂസറും എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഹാർഷ് ലൈറ്റാണ്. അപ്പോൾ പ്ലേറ്റ് ഡിഫ്യൂസർ ഇട്ട് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടെ സോഫ്റ്റ് ആവും ലൈറ്റ്. ഇപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ലൈറ്റ് കുറച്ചുകൂടെ സോഫ്റ്ററായി. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു ഡോം ഫിൽറ്ററും കൂടെ വരുന്നുണ്ട്. ഇതിപ്പം പ്ലേറ്റ് ഫിൽറ്റർ ആയതുകൊണ്ട് ഡയറക്റ്റ് ലൈറ്റാണ് സോഫ്റ്റ് ആവുന്നത്. ഡോം ഫിൽറ്റർ ആകുമ്പോൾ കുറച്ചുകൂടെ വൈഡർ ഏരിയ ഡിഫ്യൂസ് ആയി കിട്ടും. ഇത് കുറച്ചുകൂടെ വൈഡർ ഏരിയ ഡിഫ്യൂസ് ആവുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു മൂൺ ലൈറ്റ് ഇഫക്റ്റ് ആണ്. ഞാൻ തിരിച്ച് പ്ലേറ്റ് ഡിഫ്യൂസർ തന്നെ ഇടുകയാണ്. ഓക്കെ, ഇതിപ്പോൾ പ്ലേറ്റ് ഡിഫ്യൂസറാണ്. ഡിഫ്യൂസർ ഞാൻ റിമൂവ് വന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ഹാർഷാണ് ലൈറ്റ്. ഓക്കെ, ഞാനിത് ഓഫ് ചെയ്യാണ്. കണ്ടോ, ഇത്രയും ഡിഫറൻസ് നമ്മുടെ ലോ ലൈറ്റിൽ ഈ ലൈറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വ്ളോഗിങ് ചെയ്യുന്നവർക്ക് അവരുടെ വ്ളോഗിങ് നെക്സ്റ്റ് ലെവലിൽ എത്തിക്കാനുള്ള ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് മിർഫാക്കിൻ്റെ ഈ ഒരു വ്ളോഗിങ് കിറ്റ്. നിങ്ങളുടെ ഇപ്പോഴത്തെ റെക്കോർഡിംഗ് ക്വാളിറ്റിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്രൊഡക്റ്റ് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എറണാകുളത്തുള്ള വീട്രേഡേഴ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. 9999 രൂപയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ MRP വരുന്നത്. അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിത് 7700 രൂപയ്ക്ക് വീട്രേഡേഴ്സിൻ്റെ ഇ-കൊമേഴ്സ് സൈറ്റ് വഴി ഓഫർ പ്രൈസിൽ വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാം. കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ ടെക് ടോക്ക് ബൈ ഹരീഷ് എന്ന പേജും വിസിറ്റ് ചെയ്യുക.
അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടെക് ടോക്ക്. ദിസ് ഈസ് ഹരി സൈനിങ് ഓഫ്.